ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവൂസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വിഷു സ്പെഷ്യലായിട്ടുള്ള ട്രഡീഷണൽ റെസിപ്പിയാണ് കേട്ടോ. മധുര മാങ്ങാക്കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഇതിനകത്ത് വളരെ വ്യത്യസ്തമായ ഒരു ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്താണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ട്രഡീഷണൽ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നോ. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ മധുര മാങ്ങാക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ മൂവാണ്ടൻ മാങ്ങയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കിട്ടാനുണ്ടെങ്കിൽ ഈ മാങ്ങ തന്നെ ഉപയോഗിക്കുക. മാങ്ങ നല്ല മൂത്ത മാങ്ങയായിരിക്കണം, അതായത് നമ്മൾ പറയില്ലേ ഇങ്ങനെ ചനച്ച മാങ്ങ എന്ന് പറയില്ലേ, ആ ഒരു പരുവത്തിലുള്ള മാങ്ങയാണ്. അപ്പം ഞാനിത് വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ അതിൻ്റെ കറുത്ത തൊലിയൊക്കെ ഉള്ളത് ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. വീട്ടിലുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ തൊലി ഒട്ടും തന്നെ ചെത്തിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വലുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ കുറച്ച് കട്ടിക്ക് ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് അലുത്ത് പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ മാങ്ങയുടെ പീസസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാങ്ങാക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ആ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മതിയാവും, ഒരു 7-8 മണിയൊക്കെ മതിയാവും. കാരണം നമ്മൾ ഇതിലേക്ക് ഇനി ഉലുവ പൊടി വേറെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉലുവ കൂടി പൊട്ടി വരുമ്പോൾ കുറച്ച് വേപ്പില ഒന്ന് ഇതുപോലെ ചീന്തിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന മാങ്ങയുണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ മാങ്ങ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കടുക് എണ്ണയിൽ അതൊന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണം കേട്ടോ. അതുവരയ്ക്കും ഒന്ന് ചെറുതായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ തന്നെ ഉലുവാപ്പൊടിയും ഇതിനോടൊപ്പം 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും, വറുത്ത് പൊടിച്ച കായമാണ്, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു കളറ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ 2 മുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം കേട്ടോ. ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ മധുര മാങ്ങാക്കറിയിൽ നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് കറുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളങ്ങനെ എള്ളൊന്നും ചേർത്തധികം മാങ്ങാക്കറിയൊന്നും നമ്മൾ ചെയ്തെടുക്കാറില്ല. അപ്പോൾ ഇത് ഇങ്ങനെ എള്ള് ചേർത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടി എള്ള് ഒന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്, ഒത്തിരി അങ്ങ് പൊടിച്ച് ആക്കിയിട്ടില്ല കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിച്ചിട്ടില്ല. 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കറുത്ത എള്ളൊന്ന് വറുത്ത് ഞാനിവിടെ ഇങ്ങനെ ചതയ്ക്കുന്ന കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് സമയം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതിയാവും. നമ്മളപ്പോൾ ഈ മാങ്ങ ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഞാൻ ആ ലിഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ മാങ്ങ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് തന്നെ വെച്ചാൽ മതിയാവും. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അടുത്തതായി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ് കേട്ടോ. അതായത് ഒരു 50 ഗ്രാം ശർക്കര എടുത്ത് ഉരുക്കിയെടുത്തതാണ്. ഏകദേശം വലിയ അച്ചാണെങ്കിൽ 2 അച്ച് ശർക്കര എടുത്തിട്ട് ഉരുക്കിയെടുത്തതാണ് കേട്ടോ. ഇതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മാങ്ങ ഒട്ടും തന്നെ വെന്ത് വരില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ചേർത്ത് മിക്സ് ആക്കുകയാണേ. അപ്പോൾ നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത ശർക്കര നീരുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് കുറുകി സെറ്റായി വരാൻ വേണ്ടി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് മാങ്ങ ഇനി വെന്തൊന്നും വരില്ല കേട്ടോ. ശർക്കര നീര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മാങ്ങ വെവൊന്നുമില്ല. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു മധുര മാങ്ങാക്കറി നിങ്ങൾ 1-2 ദിവസമൊക്കെ പുറത്ത് വെക്കുകയാണെങ്കിൽ കേടൊന്നും വരില്ല. പക്ഷെ അതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടം പൂരിയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ നമ്മളുടെ വളരെ വ്യത്യസ്തമായ എള്ളൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള മധുര മാങ്ങാക്കറി ഞാനിപ്പോൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊതുവെ അങ്ങനെ എള്ളൊന്നും ചേർത്ത് മാങ്ങാക്കറിയൊന്നും പൊതുവെ ചെയ്യാറില്ല. അപ്പോൾ വളരെ വ്യത്യസ്തമായ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.